കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് ആശുപത്രിയിൽ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട നവജാത ശിശു മരിച്ചൊരു സംഭവം. അതിലിപ്പോൾ ഡോക്ടറെ സംരക്ഷിക്കുന്ന ഒരു നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഡോക്ടർക്ക് എതിരെ നടപടി ഉണ്ടാകില്ല, പകരം നിർബന്ധിത അവധിയിൽ പോകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ശരിക്കും അതല്ലേ പ്രതിഷേധം നടക്കുകയാണ്. എന്നാലും രാത്രി വൈകിയും നമ്മൾ 10 മണി വാർത്തയിൽ വരെ അവിടെ പ്രതിഷേധം ഇന്നും പ്രതിഷേധം തുടരും. അതായത് കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ല, ഏറ്റുവാങ്ങാതെ ആ പ്രതിഷേധം തുടരുമെന്നാണ് പറയുന്നത്. എന്തായാലും ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനാണ് നീക്കം. ദിസ്ന ഉണ്ട് വിവരങ്ങളുമായി. ദിസ്ന, വളരെ പ്രധാനപ്പെട്ട മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയ്ക്കാണ് ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. ഇന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം ഈ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. എങ്ങനെയാകും കുടുംബം പ്രതിഷേധിക്കുക? ഒപ്പം സാധാരണക്കാരന് നീതി നിഷേധിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും ഈ ഡോക്ടർക്ക് രക്ഷാകവചമാകുന്നത്? ദിസ്ന കേൾക്കാൻ സാധിക്കുമെങ്കിൽ നവജാത ശിശു മരിച്ച സംഭവത്തിൽ സർക്കാർ എങ്ങനെയാണ് ഡോക്ടറെ സംരക്ഷിച്ചുകൊണ്ടൊരു നടപടി സ്വീകരിക്കുന്നത്? ഒപ്പം ഈ സാധാരണക്കാർക്ക് നീതി നിഷേധിക്കുക കൂടിയല്ലേ? വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് രാവിലെയും അവിടെ നടക്കുന്നത്. ഒരു പിഞ്ച് കുഞ്ഞാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് നഷ്ടമായത്. ആറ്റുനോറ്റ് കാത്തിരുന്നുണ്ടായ കൺമണിയാണ്. ആദിവാസി വനവാസി ദമ്പതികൾക്കുണ്ടായ കുഞ്ഞാണ് ഇത്തരത്തിൽ നഷ്ടമായത്. എന്തായാലും ഈ ഡോക്ടർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഡോക്ടർക്കെതിരെ നേരത്തെയും പരാതികളുണ്ട് കേട്ടോ. പരാതികളുള്ള ഡോക്ടറാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം ഉണ്ടാകും. ഇവർ പറയുന്നത് പ്രായം ചെന്ന് പ്രസവിച്ചതിന്റെ കുഴപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട്. രാവിലെയും അവിടെ പ്രതിഷേധം തുടരുകയാണോ? ഇന്ന് ഈ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ ഡോക്ടർക്കെതിരെ ചെറുവിരൽ അനക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും നമ്മുടെ ആരോഗ്യമന്ത്രിക്കും ആരോഗ്യ വകുപ്പിനും സംസ്ഥാന സർക്കാരിനും ഉണ്ടാകുമോ? വീണ ക്ഷമിക്കണം ദിസ്ന. തീർച്ചയായും അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നതാണ്. പ്രധാനമായും അവർ പറഞ്ഞു വെക്കുന്നത് നിരവധി തവണ ഡോക്ടറോട് ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടും, അതായത് ഈ പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബ്ലീഡിംഗ് ഒക്കെ തന്നെയും 11 മണിയോടുകൂടി ഈ യുവതിക്ക് വന്നിരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നിട്ട് പോലും ഡോക്ടർ കുറച്ച് കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ അലംഭാവം കാണിക്കുകയായിരുന്നു എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. പിന്നീട് സിസേറിയൻ ആശുപത്രിയിലേക്ക് കയറ്റുകയും പിന്നീട് 5 മിനിറ്റിന് ശേഷം കുഞ്ഞു മരിച്ചു എന്നൊരു സന്ദേശം മാത്രം ഡോക്ടർ നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്ന് പറയുന്നു. എന്തായാലും ഇന്നും പ്രതിഷേധം ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് ശേഷം ഈ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥിരീകരണം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല. ഈ മൃതദേഹവുമായി അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ കുടുംബം പറഞ്ഞിരുന്നത്. എന്തായാലും മെഡിക്കൽ ബോർഡ് സംഘവും ഇന്ന് നെടുമങ്ങാട് എത്തി പരിശോധന നടത്തുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോപണ വിധേയായ ഡോക്ടർ ബിന്ദു സുന്ദറിനോട് നിർബന്ധിത ലീവിൽ പ്രവേശിക്കുവാനാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യ വകുപ്പ് ഡയറക്ടർ തന്നെ ഇന്നലെ പറഞ്ഞു, ഈ ഡോക്ടർക്കെതിരെ നിരവധി തവണ ഇത്തരത്തിലുള്ള ഒരു പരാതി ലഭിച്ചിരുന്നു. ആ പരാതിയുടെ കാര്യങ്ങളും അന്വേഷിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അശ്വതി, ഇത്തരത്തിലൊരു പരാതി നേരത്തെയും ഒരു ഡോക്ടറെ കുറിച്ച് ലഭിക്കുന്നു. അതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവുന്നില്ല. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്നു പറച്ചിലുണ്ടായപ്പോൾ അതിവേഗം ഡോക്ടർക്കെതിരെ നടപടിയെടുക്കുവാനുള്ളൊരു സമീപനമൊക്കെ ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ സിസ്റ്റം തകരാറുകൾ ചൂണ്ടിക്കാണിക്കുന്നവർക്കെതിരെ അതിവേഗം നടപടിയെടുക്കുന്ന ആരോഗ്യ വകുപ്പ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാതി ഈ ഡോക്ടർക്കെതിരെ ഉയർന്നിട്ടും നടപടിയെടുത്തിട്ടില്ല എന്നത് വലിയൊരു ചോദ്യമായി നിലനിൽക്കുകയാണ്. നമുക്കറിയാം, അതുപോലെ തന്നെ ബിസ്മിറിന്റെ സംഭവവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതാണ്. അപ്പോഴും ആശുപത്രിയെ ന്യായീകരിക്കുവാൻ മാത്രമാണ് ആരോഗ്യ വകുപ്പ് ശ്രമിച്ചിട്ടുള്ളത്. ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ആ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അശ്വതി. അതോടൊപ്പം വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് BJP ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇന്ന് നേതൃത്വം നൽകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ആരോപണ വിധേയായ ഡോക്ടർക്കെതിരെ DMOയ്ക്ക് മുൻപും സമാന പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് എത്ര നാൾ എന്നത് നോക്കി കാണേണ്ടി വരും. അതിൽ എന്ത് നടപടി എടുക്കുമെന്നതും നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ
അതായത് ഹർഷിനെയൊക്കെ തന്നെയും അതിന് വലിയ ഉദാഹരണങ്ങൾ തന്നെയാണ്. നിരവധി തവണ പരാതികൾ നൽകി ഈ അടുത്തായി ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അവർ കോഴിക്കോട് നിന്നെത്തി സമരം നടത്തിയ പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യാതൊരു തരത്തിലുള്ള നടപടിയിലേക്കും ആരോഗ്യ വകുപ്പ് കടന്നിട്ടില്ല എന്നത് തന്നെയാണ്. എന്തായാലും ഈ കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബന്ധുക്കൾ അതിലൊരു തീരുമാനമെടുക്കുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും മൃതദേഹം ഏറ്റുവാങ്ങില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതിഷേധം നടത്തുമെന്ന് തന്നെയാണ് ആ കുടുംബം ഇന്നലെ അറിയിച്ചിരുന്നത്. അശ്വതി, തീർച്ചയായും ദിസ്ന, അത് തന്നെയാണ് ആ കുടുംബത്തിന് എത്രത്തോളം വേദന ഉണ്ടാകും കൃഷ്ണരാജ്. ശരി, നോക്കൂ ദിസ്ന, ഇതിപ്പോൾ BJP വലിയ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഇന്നലെ രാത്രി വൈകിയും യുവരാജ് ഗോകുൽ അവിടെ ഉണ്ടായിരുന്നു. കൃത്യമായി യുവരാജ് ഗോകുൽ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു, ഇത് ആദ്യ സംഭവമല്ല, കോഴിക്കോട്ടേതുപോലെ മറ്റ് ഇടങ്ങളിൽ സംഭവിക്കുന്നത് പോലെ തുടരെ ഇങ്ങനെ ചികിത്സാ പിഴവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സാ പിഴവ് എന്നത് പരിഹരിക്കാവുന്നതാണ് സൂക്ഷ്മതയുണ്ടെങ്കിൽ. അത് ഏതൊരു ഡോക്ടറുടെയും ധാർമ്മികതയിൽ വരുന്നൊരു കാര്യമാണ്. തൻ്റെ ജീവിതം പോലെ കാണേണ്ടതാണ് മറ്റുള്ളവരുടേതും എന്നതൊരു എത്തിക്സാണ്. ആ എത്തിക്സിനപ്പുറത്തേക്ക് ചിന്തിച്ച് ലാഘവത്തോടെ അത്തരം സമീപനങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് തുടരെ പിഴവുകൾ ഉണ്ടാകുന്നത്. നോക്കൂ, ജീവനല്ലേ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഈ മനുഷ്യർ മുഴുവൻ, സാധാരണക്കാർ മുഴുവൻ ആശുപത്രികളിലേക്ക് എത്തുന്നത്. നിങ്ങളുടെ സാന്ത്വന സ്പർശം, ചില ഡോക്ടർമാരുണ്ടല്ലോ, നമ്മൾ സമീപിക്കുമ്പോൾ തന്നെ നമ്മുടെ രോഗം പാതി പോകും. കാരണം അവരുടെ ഇടപെടൽ, അവരുടെ ആശ്വസിപ്പിക്കൽ, അവരൊന്ന് നോക്കിയാൽ ചിലപ്പോൾ നമ്മുടെ അസുഖം പാതി കുറയും. അങ്ങനെയുള്ള ഈ ലോകത്ത് അത്തരം ഇടപെടലുകൾ കൊണ്ട് പോലും നമ്മുടെ രോഗം ത്തിൻ്റെ ആഴം കുറയ്ക്കുന്ന ഈ കാലത്ത് നോക്കൂ, എന്തിനാണിങ്ങനെ ശ്രദ്ധയില്ലാതെ മനുഷ്യജീവനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ BJP എന്താണ് പറയുന്നത് ദിഷ്ണ? കടുത്ത പ്രതിഷേധവുമായി കുടുംബത്തിനൊപ്പം നിൽക്കാൻ തന്നെയല്ലേ തീരുമാനം? തീർച്ചയായും കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധമുണ്ട് എന്ന് തന്നെയാണ് ഇന്നലെ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയുകയാണെങ്കിൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് ഇത്തരത്തിലുള്ളൊരു ആശുപത്രി എന്ന് പറയുന്നത്. നമ്മൾ വിളപ്പിൽശാലയിലെ വിസ്മറിന്റെ കേസെടുത്ത് നോക്കുകയാണെങ്കിൽ സ്വിഗ്ഗി ജീവനക്കാരനായിരുന്നു, കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു വിളപ്പിൽശാലയിലെ ബിസ്മിർ എന്ന് പറയുന്നത്. പെട്ടെന്ന് ആശുപത്രിയിലെത്തുന്നു, അത്തരത്തിൽ ചികിത്സ ലഭിച്ചിട്ടില്ല, ചികിത്സാ നിഷേധമുണ്ടായി എന്ന് പറഞ്ഞ കുടുംബ രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴും ഡോക്ടർമാരെ ന്യായീകരിക്കുകയും ആ ജോലിയിൽ ഇല്ലാത്ത ഡോക്ടർമാർ അവിടെ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു എന്ന് തന്നെയാണ്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആരോഗ്യ മേഖലയുടെ അല്ലെങ്കിൽ ആരോഗ്യ കേരളത്തിന്റെ അത്തരത്തിലൊരു പശ്ചാത്തലം എടുത്തു നോക്കുകയാണെങ്കിൽ നിരവധി അനവധി കേസുകളാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ ശസ്ത്രക്രിയ മാറി ചെയ്യുന്ന ഒരു സംഭവം, അതോടൊപ്പം തന്നെ ഹർഷിനയുടെ സംഭവം, അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ അല്ലെങ്കിൽ നിരവധി കേസുകൾ അടിക്കടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാൻ ആരോഗ്യ വകുപ്പ് തയ്യാറാവുന്നില്ല. ഈ സംഭവത്തിൽ തന്നെ എടുത്തു പറയുകയാണെങ്കിൽ ഈ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഡോക്ടർക്കെതിരെ നിരവധി തവണ പരാതി ലഭിച്ചു എന്നത് തന്നെയാണ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. പക്ഷെ അത്തരത്തിലൊരു പരാതി ലഭിച്ച ഒരു വ്യക്തിയെ ഒരിക്കലും മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി എടുക്കുവാൻ പോലും ഈ ആരോഗ്യ വകുപ്പ് തയ്യാറായിരുന്നില്ല എന്നത് തന്നെയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്നലത്തെ സംഭവത്തിന് ശേഷം വന്നതിന് ശേഷമാണ് താൽക്കാലികമായി മാറി നിൽക്കുവാൻ ആരോഗ്യ വകുപ്പ് ഇവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുഞ്ഞു ജീവനാണ്, അതോടൊപ്പം തന്നെ അച്ഛനും അമ്മയും എത്ര നാളും കാത്തിരുന്നതായിരിക്കും. ഒരു കുഞ്ഞു ജീവനാണ്, അച്ഛനും അമ്മയും ആറ്റുനോറ്റ് കാത്തിരുന്ന് ജനിച്ചൊരു കുഞ്ഞിനെയാണ് അവർക്ക് നഷ്ടമായത്. അവരുടെ ഹൃദയവേദന എത്ര പറഞ്ഞാലും മനസ്സിലാകില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന്റെ വേർപാട് കണ്ടതാണ്. 5 പേർക്ക് പുതുജീവൻ നൽകി മടങ്ങിപ്പോയൊരു കുഞ്ഞിൻ്റെ നമുക്ക് നോക്കിയിരിക്കാനേ പറ്റൂ. അപ്പോൾ ആരാണ് ഇടപെടേണ്ടത്? ആ കുട്ടിയുടെ ജീവൻ, ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും ധീരത, ആത്മാർത്ഥത, മാതൃകാ പ്രവൃത്തി, അതൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ. എന്നിട്ടും അവർക്ക് തേങ്ങലാണ്. അവരിതൊക്കെ കണ്ട് കുഞ്ഞ് എന്ന ഒറ്റ ചിന്തയിൽ മുഴുകിയിരിക്കുകയാണ്. ചുറ്റും നടക്കുന്നത് അറിയുന്നില്ല. അതുപോലെയാണ് പ്രതീക്ഷയോടെ കാത്തിരുന്നാണ്. പ്രായം ചെന്നതുകൊണ്ടുണ്ടായ പ്രശ്നമെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ആറ്റുനൂറ്റിരുന്നതാണ് എന്ന് ഉറപ്പാണ്. വേറൊരു കാര്യം കൂടിയുണ്ട് കൃഷ്ണരാജ്, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ സർക്കാർ ആശുപത്രികളിലുള്ള വിശ്വാസം കൊണ്ടാണ് ആൾക്കാരെത്തുന്നത്. ഇപ്പോൾ ആ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു. കാരണം ദിനം പ്രതി ഇങ്ങനെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഗതികേട് കൊണ്ടാണ്, കാരണം അവർക്ക് മറ്റ് ആശുപത്രികളിൽ പോയി ചികിത്സിക്കാനുള്ള പണമില്ല. ഗതികേട് കൊണ്ട് ഈ സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന ഒരുപാട് സാധാരണക്കാരായവരുണ്ട്. ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിൻ്റെ അഹങ്കാരവും അത് തന്നെയായിരിക്കും.
ഞങ്ങളിനി ചികിത്സാ പിഴവ് കാണിച്ചാൽ ഇവരൊക്കെ ഇങ്ങ് എത്തിക്കോളും എന്നുള്ളൊരു. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഒന്ന് ചെന്ന് നോക്കൂ, കയറാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ കയറി നോക്കൂ. എത്ര നമ്പർ ഉണ്ടെന്ന് നിങ്ങൾ വാദിച്ചാലും ബെറ്റ് വയ്ക്കുന്നു, എത്രമാത്രം അസൗകര്യങ്ങൾക്ക് നടുവിലാണ് ഈ പാവങ്ങൾ അവിടെ വന്ന് ചികിത്സ തേടുന്നത് എന്ന് വ്യക്തമാണ്. ICU റൂമിൽ നിലത്ത് കിടന്ന് ചികിത്സ തേടുന്ന രോഗികളുണ്ട്. എനിക്കറിയാം. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അവിടെ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം ചെല്ലുമ്പോൾ നിലത്ത് കിടത്തുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഡബിൾ ബെഡ് എന്ന പേരിൽ നൽകിയത് ഒരു ചെറിയ കിടക്കയിൽ ഒരാൾ അങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടുമാണ്. അപ്പോൾ ഹൃദയ സംബന്ധമായ രോഗമാണെന്ന് ആലോചിക്കണം. ഏറ്റവും അത്യന്താപേക്ഷിതമായി ട്രീറ്റ്മെൻറ്റ് നൽകേണ്ട ഒരിടത്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് മുഴുവൻ അങ്ങനെയാണ്. ആ സംവിധാനത്തിൽ മാറ്റം വരണം. ഇതിങ്ങനെ പോയാൽ മതിയെന്ന തീരുമാനത്തിൽ മാറ്റം വരണം. കൃഷ്ണരാജ് സൂചിപ്പിച്ച മറ്റൊരു കാര്യം കൂടി പറയണേ, ഏറെ വേദന ഉളവാക്കുന്നതാണ്. കഴിഞ്ഞ ജൂണിലാണ് എൻ്റെ ഒരു കസിൻ ബ്രദർ ഗൗതം നഷ്ടമായത്. ഒരു വാഹനാപകടമായിരുന്നു. 21 വയസ്സേ ഉള്ളൂ. ആ കുഞ്ഞിനെ കാഷ്വാലിറ്റി കൊണ്ടിട്ടിരിക്കുകയാണ്. ആ കൊച്ചിൻ്റെ പേര്, ആ വാഹനാപകടമാണ്, പേരൊന്നും എഴുതിയിട്ടില്ല. പേരെഴുതാത്ത കാരണം കൊണ്ട് ആ കുഞ്ഞിന് വേണ്ട ചികിത്സ നൽകിയില്ല. ഞങ്ങൾ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി. പക്ഷേ അവനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുന്നത്, പക്ഷേ ഈ പേര് മാത്രം, പേരും ഈ കുട്ടിയുടെ കൂടെ വേറെ ആരും ഇല്ലയെന്ന് വെച്ചിട്ട് അവർ കാഷ്വാലിറ്റി തന്നെ ഇട്ടു. അതായത് ബോഡി ഫുള്ള് മുറിച്ച് ബ്ലഡ് വാർന്ന് കിടക്കാണ്. ആ ബ്ലഡ് തുടച്ചു മാറ്റിയതല്ല, ആ കുട്ടിക്ക് വേണ്ട ചികിത്സ നൽകിയില്ല. അങ്ങനെ വലിയ രീതിയിൽ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണോ സിസ്റ്റം? ഇതാണോ സിസ്റ്റം? ആ സിസ്റ്റം ഇതല്ല. സാധാരണക്കാരെ പരിഗണിക്കലാണ് സിസ്റ്റം. അവർക്ക് വേണ്ട ചികിത്സ നൽകലാണ് സിസ്റ്റം. എല്ലാവരെയും ചേർത്ത് പിടിക്കലാണ് സിസ്റ്റം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഇനിയും അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആരോപണങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ, വിവാദങ്ങൾക്ക് നടുവിൽ ഇങ്ങനെ നിങ്ങൾ തുടരേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.